ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. ഇപ്പോൾ നടന്നു കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാം 2025 ഹാഫ് ഇയർലി എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ. മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സെക്കൻഡ് ടേം എക്സാമിനേഷൻ ഹാഫ് ഇയർലി എക്സാമിനേഷൻ 2025. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നുണ്ടായിരിക്കില്ല, ആൻസേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. വാട്ട് വർ ദി ഫസ്റ്റ് തന്നെ നമുക്ക് എൻജിൻ ട്രബിൾ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദി പ്രൈസസ് വൺ കുഡ് അക്വയർ ഫോർ 8 അണാസ് ഇൻ ഗേറ്റി ലാൻഡ് ആണ്. അപ്പോൾ 8 അണാസിന് എന്താണ് കിട്ടുക? പിൻകുഷൻ, സ്വീവിംഗ് മെഷീൻസ്, ക്യാമറാസ് ആൻഡ് ഇവൻ എ റോഡ് എഞ്ചിൻ. ഇതാണ് ആൻസർ. 2, വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ദ നറേറ്റർ വെൻ ഹി വൺ ദ റോഡ് എഞ്ചിൻ? ബി ആണ് ആൻസർ. ഹി വാസ് ഷോക്ക്ഡ്. Third question, pick out the word from the passage which means to move in a circle. Answer looping ആണ്. റീഡ് ദ ലൈൻസ് ഫ്രം ഗെറ്റ് ടുഗെദർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് ഗെറ്റ് ടുഗെദർ എന്നുള്ള ലൈൻസ് തന്നിട്ടുണ്ട്, അത് വായിച്ചുകൊണ്ട് താഴെ തന്നിരിക്കുന്നതിന് ഉത്തരം എഴുതണം. ചോദ്യം 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻസ് കൺവേ ദ ഐഡിയ ദാറ്റ് അവർ ലൈഫ് ഇസ് മൊമെന്ററി? അപ്പോൾ ലൈഫ് ഇസ് മൊമെന്ററി എന്ന് പറയുന്ന ആ ഒരു ഐഡിയ വരുന്ന ലൈൻസ് ഇതാണ്. വി ആർ ബട്ട് എ മൊമെന്റ് സൺലൈറ്റ് ഫേഡിങ് ഇൻ ദ ഗ്രാസ്. ഇതാണ് കേട്ടോ, വി ആർ ബട്ട് എ മൊമെന്റ് സൺലൈറ്റ് ഫേഡിങ് ഇൻ ദ ഗ്രാസ്. നെക്സ്റ്റ്, പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ലൈൻസ് എബവ്. 5ാമത്തെ ആണ് പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഗ്രാസ്, പാസ്, ബ്രദർ, ടുഗെദർ. 6, വാട്ട് ഡു ദ ലൈൻസ് അർജ് പീപ്പിൾ ടു ഡു? ഓൾ ഓഫ് ദി എബവ് ആണ്. ടു സ്മൈൽ ഓൺ അവർ ബ്രദർ, ടു ഗെറ്റ് ടുഗെദർ, ടു ലവ് വൺ അനദർ. ഇതെല്ലാം വരും കേട്ടോ. ഇതാണ് ആൻസർ, ഓപ്ഷൻ ഡി. ഇനി നമുക്ക് ദ അസ്ട്രോണമർ എന്ന അതിലത്തെ പോയറ്റിക് ലൈൻസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അത് വെച്ചിട്ടൊരു പാരഗ്രാഫ് ഉണ്ടാക്കണം. നമുക്ക് നോക്കാം. ദ ലൈൻ എക്സ്പ്ലോർസ് ദ തീം ഓഫ് ചൈൽഡ്ഹുഡ് വണ്ടർ വേഴ്സസ് അഡൾട്ട് ലോജിക് യൂസിംഗ് ഡയലോഗ് ആൻഡ് ഇമേജറി. ദ ലൈൻസ് ഫ്രം ദ അസ്ട്രോണമർ എക്സ്പ്ലോർ ദ പോയിഗ്നന്റ് തീം ഓഫ് ചൈൽഡ്ഹുഡ് വണ്ടർ clashing with pragmatic adult logic. The young speaker's innocent question about catching the moon entangled in a tree beautifully capture the boundless imagination of a child who perceives the world through a lens of possibility. This is contrasted sharply by Dada's realistic, almost dismissive response, highlighting the laws of magic that often accompanies maturity. The poet effectively uses dialogue to present these two contrasting perspectives. The vivid imagery of the round full moon gets entangled among the branches of that dadam tree is a powerful literary device that allows the reader to visualize the child's perspective and feel a sense of nostalgia for a time when the world was full of simple, magical possibilities. Interaction between the siblings serves as a reminder of how quickly wonder can be grounded by reality. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 8 മുതൽ 10 വരെ റീഡ് ദി പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പവർ ഫുഡ്സിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം 8, വാട്ട് ഈസ് ദ കീ ടു റിലിഷിംഗ് പവർ ഫുഡ്സ്? ബോത്ത് എ ആൻഡ് സി കറക്റ്റ് ആണ്. പ്രോപ്പർ പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സീസൺ ഫ്രഷ് ഫുഡ്, ഐഡൻറ്റിഫൈയിങ് യുവർ ചോയ്സ് ഓഫ് ഫ്ലേവർ എമംഗ് പവർ ഫുഡ്സ്. ബോത്ത് എ ആൻഡ് സി കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇനി വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇൻക്ലൂഡിംഗ് ഓണിയൻസ് ആൻഡ് ചിക്ക് പീസ് ഇൻ അവർ ഡയറ്റ്? ആൻസർ, ദേ പ്രൊവൈഡ് അയൺ ആൻഡ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് അയൺ ആൻഡ് സിങ്ക്. 10, ഹൗ ഡു വി പ്രിപ്പയർ ചിക്ക് പീസ് സാലഡ്? ആൻസർ 10ന്റെ ബൈ മിക്സിംഗ് ചിക്ക് പീസ് വിത്ത് ചോപ്പഡ് ഓണിയൻസ്, ചാട്ട് മസാല ആൻഡ് സിലാൻഡ്രോ. ഇനി നമുക്ക് 11 മുതൽ 13 വരെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. 11ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഹെഡ്ലൈൻസ് ദാറ്റ് ടോക്സ് അബൌട്ട് ട്രേഡ് ആൻഡ് ബിസിനസ്. ആൻസർ വരുന്നത് ട്രംപ് ട്രേഡ് ട്രൂസ്, US ചൈന ഡീൽ ഈസസ് ടെൻഷൻസ്, സോയാബീൻ പർച്ചേസസ് ബാക്ക് ഓൺ. 12, which headline reflects India's defense system? Defense ties deepen, India US Inc. new 10-year military framework. 13, what does the phrase create history suggest about India's achievement? The phrase create history means
India achieved, it means വേണ്ട, means India achieved a historic or significant milestone for the first time. അടുത്ത ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അപ്പം നമുക്ക് the crowd turned up at the gates to see the Gaiety land. Some came to buy fancy items but had to wait for a long time before checking out ആണ് ബിയിൽ എഴുതേണ്ടത്. Some others came hoping to win the prizes that were being give away ആണ് സിയിൽ എഴുതേണ്ടത്. അപ്പോൾ turned up, checking out, given away. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എഡിറ്റ് ദ പാസേജ് ആണ്. ക്യൂരിയോസിറ്റീസ് എസെൻഷ്യൽ, ഇവിടെ വരേണ്ടത് എയുടെ അവിടെ ഓഫ് ചേർക്കുക. എ ഗുഡ് സയൻറ്റിസ്റ്റ്, ഇറ്റ് ഡ്രൈവ്സ് ദ ക്വസ്റ്റ് ഫോർ നോളേജ് വൈൽ ചിൽഡ്രൻ ആസ്ക് മാറ്റി ആസ്ക്ഡ് നാക്കുക. ക്വസ്റ്റ്യൻസ് അഡൾട്ട് ഓഫൺ ഡു നോട്ട് എയ്തർ ബിക്കോസ് ദേ കെയർ ഡോണ്ടിനെ കെയർ ആക്കുക, ഓർ ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു അപ്പിയർ ഇഗ്നോറൻറ്റ് എന്നുള്ളത് ഇഗ്നോറൻറ്റ്, ഈ ഇവിടെ ഇ അല്ല പകരം എ ആക്കുക കേട്ടോ. ABCD ഓഫ് ആസ്ക്ഡ് കെയർ ഇഗ്നോറൻറ്റ്. 16 കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മലാല ആൻഡ് ഹെർ മദർ ആണ്. അപ്പോൾ മലാല മോം യു ആർ ക്വൈറ്റ് നെർവസ് ചോദിക്കുമ്പോൾ ആർഇൻറ്റു ആക്കി ഇവിടെ. മോം യെസ് ഐ എം റിയലി വറീഡ് അബൌട്ട് യുവർ സേഫ്റ്റി. അപ്പോൾ മലാല വൈ ആർ യു വറീഡ്? മദർ വി ആർ ഗെറ്റിംഗ് ത്രെഡ്സ് എവറി ഡേ ഐ വാണ്ട് ടു എൻഷ്യൂർ യു ആർ സേഫ്. മലാല വാട്ട് ഷുഡ് ഐ ഡു? മദർ യു ഹാഡ് ബെറ്റർ ടേക്ക് ദ സ്കൂൾ ബസ്. മലാല ഓഫ് കോഴ്സ് ഐ വിൽ ടേക്ക് ദ സ്കൂൾ ബസ്. അടുത്തത് പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് CV രാമൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഹിൻഡുകൾ വെച്ച് CV രാമൻ്റെ പ്രൊഫൈലാണ് വായിക്കാൻ പോകുന്നത്. ചന്ദ്രശേഖര വെങ്കട്ടരാമൻ വാസ് ബോൺ ഓൺ November 7, 1888. He is primarily known for his pioneering work on light scattering, which led to the discovery of Raman effect or Raman scattering. This phenomenon describes the change in wavelength of light when it is scattered by the molecules. His significant contribution to science earned him numerous prestigious awards. He was the first Asian and non-white person to receive the Nobel Prize in Physics in 1930 for his discovery. He was conferred India's highest civilian award, the Bharat Ratna, in 1954. He also received the Lenin Peace Prize in 1957. CV Raman passed away on November 21, 1970. ഇനി 18 എയും ബിയും ആണ്. 18 എ, ദ ബ്രൂട്ടൽ അറ്റാക്ക് ഓൺ മലാല റിയലി ഷോക്ക്ഡ് ഹെർ ഫ്രണ്ട് മോനിബ. ഷി ജോട്ട്സ് ഡൗൺ ഹെർ തോട്ട്സ് ഇൻ ദ ഫോം ഓഫ് എ ഡയറി. പ്രിപ്പയർ എ ലൈക്ലി ഡയറി എൻട്രി ഓഫ് മോനിബ. അപ്പോൾ മലാലയുടെ ഫ്രണ്ട് മോനിബ അവർ അന്ന് നടന്ന ആ ഒരു അറ്റാക്കിനെ കുറിച്ച് ഡയറിയിൽ മെൻഷൻ ചെയ്യണതാണ്. ആദ്യം ഒരു ഡയറിയാണ്. രണ്ടാമത് 18 ബി എൻജിൻ ട്രബിൾ എന്ന പാഠത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് 18 എയും 18 ബിയും നോക്കാം. 18 എ ഡയറി എൻട്രി ആണ് മോനിബയുടെ. നമ്മളൊരു ഡേയും കൊടുക്കുക കേട്ടോ. ഡയറി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. Today was a terrible day. The news about Malala was devastating. A young girl simply seeking education has been attacked in such a horrific manner. The world seems a dark place today. Fear is present, but so is a deep sense of injustice. Malala is a symbol of hope, and this attack feels like an assault on all who believe in the right to learn. Prayers are with her for a swift recovery. Their resolve to continue the fight for education is stronger than ever. Malala is a true symbol of bravery and hope. ഇനി നമുക്ക് ലെറ്റർ നോക്കാം. എൻജിൻ ട്രബിളുടെ ഡിയർ ഫ്രണ്ട് ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ ദർ, ഐ റൈറ്റ് ടു യു. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക എക്സാമിന്. ഡിയർ ഫ്രണ്ട് ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ ദർ, ഐ റൈറ്റ് ടു യു ഫ്രം എ പ്ലേസ് ഓഫ് ഗ്രേറ്റ് ഡിസ്ട്രെസ്. After buying the road engine, my life has become full of troubles. I thought the road engine ആഫ്റ്റർ ബൈയിങ് അല്ല, ആക്ച്വലി ആഫ്റ്റർ ഗെറ്റിംഗ് ആണ് ഇവിടെ വരിക കേട്ടോ. ആ പ്രൈസ് ആയിട്ടാണല്ലോ അയാൾക്ക് അത് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ബൈയിങ് വേണ്ട, ആഫ്റ്റർ ഗെറ്റിംഗ് എന്ന് മതി കേട്ടോ. ആഫ്റ്റർ ഗെറ്റിംഗ് ആക്കിക്കോളൂ ഇവിടെ. ആഫ്റ്റർ ഗെറ്റിംഗ് ദ റോഡ് എൻജിൻ മൈ ലൈഫ് ഹാസ് ബിക്കം ഫുൾ ഓഫ് ട്രബിൾസ്. ഐ തോട്ട് ദ റോഡ് എൻജിൻ വുഡ് ബി മൈ പാത്ത് ടു ഫോർച്യൂൺ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ എൻജിൻ is causing fear, noise and confusion everywhere. People blame me for every problem on the road. I regret owning it now. I wish things would return to normal. Please write a reply dear once you receive this letter. Yours lovingly. ആ നറേറ്റർ ഉണ്ടല്ലോ എൻജിൻ ട്രബിളിൽ, അപ്പോൾ ഏതെങ്കിലും ഒരു പേര് അവിടെ കൊടുക്കുക കേട്ടോ. ഇനി 19 എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. 19 എ എന്ന് പറയുന്നത് മണി വാസ് ക്വയറ്റ് ത്രിൽഡ് വെൻ ഗ്രാനീസ് ഐസൈറ്റ് ഇംപ്രൂവ്ഡ്. നമുക്കിതിൽ മണിയുടെ ഗ്രാനിയുടെ ഒക്കെ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹി ഡ്രോപ്സ് ആൻ ഇമെയിൽ ടു ദി ഒഫ്തൽമോളജിസ്റ്റ് എക്സ്പ്രസിംഗ് ദ ഫാമിലീസ് ഗ്രാറ്റിറ്റ്യൂഡ്. പ്രിപ്പയർ ദ ലൈക്ലി ഇമെയിൽ. അപ്പോൾ ഗ്രാനിക്ക് കാഴ്ചയൊക്കെ തിരിച്ച് കിട്ടിയപ്പോൾ ആ കണ്ണ് ഡോക്ടറിനെ അയാളുടെ നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു മെയിലാണ് കേട്ടോ.
19A. 19B നമ്മൾ ഡോക്ടർ അജിത് പരമേശ്വരനെ ഇനോഗ്രേഷന് വിളിക്കുകയാണ് സയൻസ് എക്സിബിഷൻ്റെ, അതിൻ്റെ ഒരു നോട്ടീസും. അപ്പോൾ 19A മെയിൽ നോക്കാം നമുക്ക്. എപ്പോഴും മെയിൽ എഴുതുമ്പോൾ ഒരു 2 ഉണ്ടാവുമല്ലോ, നമ്മൾ അയക്കുന്നത് ആർക്കാണ്, അവരുടെ മെയിലാണ്. doctor@gmail.com. സബ്ജക്റ്റ് കൊടുക്കുക എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗ്രാനീസ് ഇംപ്രൂവ്ഡ് ഐസൈറ്റ്. ഡിയർ ഡോക്ടർ, we are very happy that Granny's eyesight has improved. Thank you for your kind treatment and care. Her improved eyesight has made a remarkable difference in her daily life, allowing her to enjoy reading and other activities with much greater ease and independence. We are all very grateful for your expertise, professionalism and compassionate approach throughout the entire process. Thank you once again for your outstanding work. Sincerely, Mani. ഇനി നമുക്ക് 19B ഒരു നോട്ടീസാണ്. GVHSS പാലക്കാട് സ്കൂളിലെ പേര് കൊടുക്കുക, നോട്ടീസിന് എഴുതുക, ഡേറ്റും കൊടുക്കുക കേട്ടോ. സയൻസ് എക്സിബിഷൻ inauguration by Dr. Ajit Parameshwaran. This is to inform all students and staff that the school science club is organizing its annual science exhibition. We are honored to announce that the renowned scientist Dr. Ajit Parameshwaran has kindly consented to inaugurate the exhibition and address the gathering. Date എന്നാ 30/12/2025. Time 10 AM. Venue school auditorium. All students from class 5th to 10th are encouraged to attend. Students with innovative science projects are invited to register their participation with the undersigned by 29/12/2025. Signature, name, Secretary, Science Club. 19B. ഇനി നമുക്ക് 20Aയും Bയും ഉണ്ട്. 20A, Malala Yousafzai is a renowned educational activist who fought for girls' education. Frame 4 questions to interview Malala. മലാലയെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഓർ എന്താ 20B, പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ പിക്ചർ ഗിവൺ ബിലോ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി എൻജിൻ ട്രബിൾ. അപ്പോൾ എൻജിൻ ട്രബിൾ എന്നുള്ളതിൽ പിക്ചറാണ്. ഈ പിക്ചറിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മലാല യൂസഫ്സായുടെ 4 ക്വസ്റ്റ്യൻസ്. രണ്ടും നമുക്കിവിടെ നോക്കാം. 20Aയുടെ ഉത്തരമാണ് What inspired you to start campaigning for girls' education at such a young age? രണ്ടാമത്തെ ചോദ്യം, How do you find the encourage to find the courage to continue your activism after the attack? 3. What is the single most important change you hope to see in girls' education globally in the next decade? അടുത്തത്, What message do you have for your young people around the world who want to make a difference in their community? അപ്പോൾ 4 ചോദ്യങ്ങളായി. ഇനി വരുന്നത് ആ പിക്ചർ ഡിസ്ക്രിപ്ഷനാണ് 20B. പിക്ചർ നമുക്ക് പിക്ചർ നിങ്ങൾക്ക് എൻജിൻ ട്രബിളിൽ നിന്നുള്ളതാണ്, അതിൻ്റെ ആൻസറാണ്. The picture shows the road engine being pulled by an elephant and a group of men as a crowd of onlookers gathers around the building. The narrator is under pressure from municipal authorities to move the engine, which is causing problems and costing him rent. The picture captures the moment when the attempt to move the engine goes wrong. The engine crashes into and demolishes a compound wall, leading to a loud commotion, the elephant snapping its ropes and the narrator being slapped by the angry wall owner. This event is a key ionic moment in the story, highlighting the narrator's bad luck with the engine despite his initial hope of a fortune. അപ്പോൾ ഇതിങ്ങനെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ, ഞാനിത് വളരെ ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ എഴുതാവുന്നതാണ്, മാറ്റി എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ. തുടർന്നും എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.